So, we will discuss Fourier series representation. Fourier series representation എന്ന് പറയുന്ന മൊഡ്യൂൾ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ പ്രധാനമായിട്ടും 3 ഇക്വേഷൻസ് ആണ് നമുക്ക് ഇവിടുന്ന് പഠിക്കാനുള്ളത്. മൊത്തം 5 ഇക്വേഷനേ ഉള്ളൂ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനായിട്ട്. പിന്നെ സബ്ബായിട്ട് കുഞ്ഞു ഇക്വേഷൻ കുറച്ച് എക്സ്ട്രാ പഠിക്കണം. ആദ്യമേ നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പ്രോബ്ലം നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഞാൻ ഹാഫ് റേഞ്ച് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് എന്തായാലും ഇതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കയറിയാൽ മതി. ഇത് നല്ല സ്ട്രെങ്ത് ആവണം, ഇത് ചെയ്ത് അങ്ങ് ശീലമാവണം. കാരണം ഇത് എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഒറ്റയടിക്ക് 8 മാർക്ക് മുതൽ 11 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവിടുന്ന് വരുന്നത്. ചെറിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഫസ്റ്റ് 2 മൊഡ്യൂളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് 4 മാർക്ക് റേഞ്ചിൽ കുഞ്ഞു ക്വസ്റ്റ്യൻസ് സ്പ്ലിറ്റായിട്ട് കിട്ടും. ഓക്കെ, എ പാർട്ട് ബി പാർട്ടൊക്കെ ആയിട്ട് വരും. പക്ഷേ ഇവിടുന്ന് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കും, അത് നല്ല സ്കോറിങ് ആയിരിക്കും. അപ്പോൾ അത് മിസ്സാക്കരുത്. സോ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ബേസിക് ഇക്വേഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് a0/2 പ്ലസ് സിഗ്മ n is equal to 1 to infinity an cos n pi x by L plus bn sin n pi x by L. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫോർമുല. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചതാണ്. ഓക്കെ, ഈ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇൻ്റർവെൽ എന്ന് പറയുന്നത് a, b ആണെന്നുണ്ടെങ്കിൽ L എന്താണെന്നറിയാം, b മൈനസ് എ ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇൻ്റർവെൽ a, b ആണെങ്കിൽ L എന്ന് പറയുന്നത് എന്താണ്? b മൈനസ് എ ബൈ 2 ആണ് L എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് പക്കയായിരിക്കണം, ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. ഇനി a0-ൻ്റെയും an-ൻ്റെയും bn-ൻ്റെയും ഫോർമുലാസ്. a0 എന്ന് പറയുന്നത് എന്താണ്? 1/L ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ ആൽഫ ടു ആൽഫ പ്ലസ് 2L എന്ന് പറയുന്നത് a to b തന്നെയാണ് കേട്ടോ ആക്ച്വലി. ഇനി an എന്ന് പറയുന്നത് 1/L ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n pi x by L dx. f of x into ആണ്, f of x into cos n pi x by L dx. ഇനി bn എന്ന് പറയുന്നത് എന്താണ്? 1/L ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L f of x into sin n pi x by L dx. ഓക്കെ, അപ്പോൾ ഇത്ര ഇക്വേഷൻസ് ആയിരുന്നു നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഇവിടുന്ന് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി ഇപ്പോൾ മൊത്തം എത്ര ഇക്വേഷനായി? 1 2 3 4 ഇക്വേഷൻസ് ബേസിക്കലി വരുന്നുണ്ട്. പിന്നെ ഇനി 2 ഇക്വേഷൻസും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ്, ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ്. അതിൻ്റെ 2 ഫോർമുലാസ് എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് ആദ്യത്തെ ക്ലാസ് തൊട്ട് ഫ്രം ദ ബിഗിനിങ്. ഇപ്പോൾ എനിക്കൊന്ന് 6 പാർട്ടായിട്ടുണ്ട്. 6 പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഓക്കെ, അപ്പം 6 പാർട്ടിലും വ്യത്യസ്തമായ ചോദ്യങ്ങൾ, അതായത് ഇൻ്റഗ്രേഷൻ വരുമ്പോഴാണ് എല്ലാവർക്കും ഒന്ന് പതറിപ്പോകുന്നത്. അപ്പോൾ അത് എല്ലാവരും പ്രാക്ടീസ് ആവാൻ വേണ്ടിയാണ് ഞാൻ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യിപ്പിക്കുന്നത്. ഇൻ്റഗ്രേഷനിൽ തെറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകും. നമ്മുടെ മാർക്ക് അതായത് 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മുടെ ഒരു ഇൻ്റഗ്രേഷൻ മിസ്റ്റേക്ക് ആദ്യമേ തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് 2 മാർക്കിലേക്കോ 3 മാർക്കിലേക്കോ ചുരുങ്ങും. ഓക്കെ, അതായത് ഈ ഫോർമുലയുടെ മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇത് ഏതൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈ ഫോർമുല എഴുതി വയ്ക്കാൻ പറ്റും. ഏത് ക്വസ്റ്റ്യൻ, അത് 100% ഷുവറാണ്. ഓക്കെ, അതായത് ഈ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണോ ഈ ഫോർമുല എഴുതാം, 2 മാർക്ക് ഉറപ്പാണ്. ഒന്ന് നടന്നില്ല അറ്റായിക്ക് ഈ ഫോർമുല എഴുതാൻ 2 മാർക്ക് കിട്ടും. ഓക്കെ, സോ അത് ഓർത്ത് വയ്ക്കുക. ഏത് ക്വസ്റ്റ്യനും ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ എനി ക്വസ്റ്റ്യൻ. അത് ഹാഫ് റേഞ്ച് ആണെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഹാഫ് റേഞ്ചിൻ്റെ ഫോർമുല വേണം എഴുതാൻ. അതായത് ഹാഫ് റേഞ്ച് എന്ന് എടുത്ത് പറയുന്നില്ലെങ്കിൽ
വേറെ ഏത് ക്വസ്റ്റ്യനും നമുക്ക് ഈ ഇപ്പോൾ ബോർഡിൽ കാണുന്ന 4 ഇക്വേഷൻ എഴുതി വയ്ക്കാം, 2 മാർക്ക് കിട്ടും. ഓക്കെ, ഹാഫ് റേഞ്ചിൻ്റെ ആണെങ്കിൽ ഹാഫ് റേഞ്ചിൻ്റെ ഇക്വേഷൻസ് വേണം എഴുതാൻ. ഓക്കെ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കത്തേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് ചെറിയ ടോപ്പിക്കാണ് കേട്ടോ. അത് അവിടുന്ന് 6 മാർക്കിനാണ് സാധാരണ ചോദിക്കാറ്. എസ് എ ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ടോപ്പിക്കിൽ നിന്നാണ്. എസ് എ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. എസ് എ ക്വസ്റ്റ്യൻസും ഉണ്ട്, 6 മാർക്കിൻ്റെ 1-2 ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ നമുക്ക് ഈ ഡിറൈവ് ചെയ്ത വരുന്ന വഴികളിൽ നമുക്ക് ആവശ്യമുള്ള റൂളുകൾ ഒരെണ്ണം ഞാൻ ഓൾറെഡി പറഞ്ഞു, യു വി റൂള്. ഇൻ്റഗ്രൽ യു വി എന്ന് പറയുന്നത് u(v1 - u'(v2 + u'(v3 - എക്സെട്ര). ഇപ്പോൾ യു ആയിട്ട് ചൂസ് ചെയ്യുന്ന ആളെന്തായിരിക്കണം? ഒരു പോളിനോമിയൽ ആയിരിക്കണം അല്ലേ? ഒരു പോളിനോമിയൽ ആണെങ്കിൽ മാത്രമേ, പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു x⁻n ടൈപ്പ് പോളിനോമിയൽ ആയിരിക്കണം. ഓക്കെ, ഈ v1 ഉം v2 എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കണം? ട്രിഗണോമെട്രിക് ആയിരിക്കണം. ഇങ്ങനെയാണ് നമ്മുടെ കേസിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ആദ്യമേ കിടക്കുന്ന ഇപ്പം യു വി എന്നുള്ളത് ആദ്യമേ ഇപ്പോൾ x² × sin x എന്നാണ് കിടക്കുന്നതെങ്കിൽ നേരിട്ട് യൂസ് ചെയ്യാം. സപ്പോസ് അത് sin x × x² ആണോ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? x² ആദ്യം എഴുതിയിട്ട് വേണം sin x രണ്ടാമത് എഴുതാൻ. അത് നമ്മളായിട്ട് മാറ്റി എഴുതിക്കണം. കാരണം ആദ്യമായിട്ട് എടുക്കുന്ന ആൾ യു എന്ന് പറയുന്നത് ഒരു പോളിനോമിയലും വി എന്ന് പറയുന്നത് ഒരു ട്രിഗണോമെട്രിക്കും ആയിരിക്കണം. ഇതാദ്യമേ ഓർത്ത് വെക്കണം. ദെൻ നമ്മുടെ യു വി റൂൾ എന്താണ്? ഇൻ്റഗ്രൽ യു വി = u(v1 - u'(v2 + u'(v3 - എക്സെട്ര). ഇതാണ് നമ്മുടെ യു വി റൂൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ യു നമ്മൾ നേരെ ഇങ്ങോട്ട് നോക്കി എഴുതും. ഈ വിയുടെ ഇൻ്റഗ്രലാണ് v1 എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ ഇവിടെ ചെയ്ത ഓപ്പറേഷൻ ഇൻ്റഗ്രേഷൻ. ഈ യുവിൻ്റെ ഡെറിവേറ്റീവ് ആണ് u'. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ ഡെറിവേറ്റീവ്. ഈ v1ൻ്റെ ഇൻ്റഗ്രലാണ് v2. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ ഇൻ്റഗ്രേഷൻ. u'-ൻ്റെ ഇൻ്റഗ്രലാണ് u'-ൻ്റെ ഡെറിവേറ്റീവ് ആണ് u'. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഡെറിവേറ്റീവ്. v2ൻ്റെ ഇൻ്റഗ്രലാണ് v3. ഇതെല്ലാം നമ്മൾ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചതാണ് കേട്ടോ. ഓൾറെഡി നിങ്ങൾ പഠിപ്പിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ യു വി റൂൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന വഴികളിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന സ്ഥിരം എല്ലാ ചോദ്യങ്ങളിലും വരുന്ന 3-4 പോയിൻറ്റ്സ് ഉണ്ട്. ആ 3-4 പോയിൻറ്റ്സും ഈ യു വി റൂളിൻ്റെ സഹായമില്ലാതെ ഈവൻ നമുക്ക് മൊഡ്യൂൾ 5ഉം മൊഡ്യൂൾ 6ഉം പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ അതായത് മൊഡ്യൂൾ 3ൻ്റെ അടിസ്ഥാനമാണ് മൊഡ്യൂൾ 5ഉം 6ഉം. അത് നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ. മൊഡ്യൂൾ 3 പഠിച്ചിട്ടേ 5ഉം 6ഉം തൊടാൻ പറ്റത്തുള്ളൂ. അവസാനം വന്നെങ്കിൽ 5ഉം 6ഉം പഠിച്ച് പാസ്സാവാം എന്ന് വിചാരിക്കരുത് ഒരിക്കലും. മൊഡ്യൂൾ 3യുടെ യു വി റൂളായാലും ഇൻ്റഗ്രേഷൻ ആയാലും അതിൻ്റെ ബേസിക് ആയാലും ഫൊറിയർ റെപ്രസെൻറ്റേഷനും അത് വെച്ചാണ് കംപ്ലീറ്റ് വേവ് ഇക്വേഷൻ്റെ ഡെറിവേഷൻസ് പോകുന്നത്. അപ്പം ഇതറിയാതെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പം അതുകൊണ്ടാണ് 3 പഠിപ്പിച്ചിട്ട് ഞാൻ നേരെ കയറുന്നത് 5ലോ 6ലേക്കോ ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവസാനം മാത്രമേ 4 എടുക്കത്തുള്ളൂ. 4 ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മൊഡ്യൂളാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഈ 3 പഠിച്ചിട്ട് നേരെ നിങ്ങൾ 5ൽ കയറണം. കാരണം 3ൽ നിന്ന് പഠിക്കുന്ന യു വി റൂളിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ 5ൽ കിട്ടും. അപ്പോൾ അത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 5ഉം 6ഉം 5ൽ നിന്ന് 5 പഠിച്ചിട്ട് 6 പഠിക്കണം. ഓക്കെ, അത് കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് പഠിക്കേണ്ട സാധനമാണ്. 5ൻ്റെ 6ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു 7 ഫിക്സഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫിക്സഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യന് വ്യത്യാസമില്ല, അതായത് ഒരു ഫംഗ്ഷനോ ഒന്നും മാറ്റി വരത്തില്ല. ഇപ്പോൾ ഡിറൈവ് 1-dimensional വേവ് ഇക്വേഷൻ 10 മാർക്ക് കിട്ടും, ഫിക്സഡ് ആണ്. അത് പഠിച്ചു വെച്ചാൽ അതേപോലെ എഴുതിയാൽ മതി. ഇപ്പോൾ ഒരു തിയറി ഒരു ഡെറിവേഷൻ പഠിക്കുന്ന പോലെ, ഒരു ഫിസിക്സിൽ ഒരു ഡെറിവേഷൻ പഠിക്കുന്ന പോലെ അതിന് വ്യത്യാസം വരത്തില്ലല്ലോ. അതേപോലെ ഓക്കെ, അതായത് ചെയ്ത് തെറ്റിക്കാനൊന്നുമില്ല. പഠിച്ചാൽ അത് പഠിച്ചാണ്, പഠിച്ചാൽ അത് എഴുതാൻ പറ്റും. അതെപ്പോഴും ആലോചിക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ 5ഉം 6ഉം തുടങ്ങുമ്പോഴേ പറഞ്ഞു തരും. അത് അത്രയും ഫിക്സഡ് ആയിരിക്കണം. ഒരു 22-23 മാർക്കിനുള്ളത് സിമ്പിളായിട്ട് കിട്ടും. ഡിറൈവ് 1-dimensional വേവ് ഇക്വേഷൻ, ഡിറൈവ് 1-dimensional ഹീറ്റ് ഇക്വേഷൻ 10 മാർക്ക്. വാട്ട് ആർ ദ അസംഷൻസ് ഫോർ ഡിറൈവിംഗ് 1-dimensional വേവ് ഇക്വേഷൻ 3 മാർക്ക്. വാട്ട് ആർ ദ അസംഷൻസ് ഫോർ ഡിറൈവിംഗ് 1-dimensional ഹീറ്റ് ഇക്വേഷൻ 3 മാർക്ക്. പിന്നെ സോൾവ് 1-dimensional വേവ് ഇക്വേഷൻ ബൈ യൂസിങ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് 10 മാർക്ക്. സോൾവ് 1-dimensional ഹീറ്റ് ഇക്വേഷൻ ബൈ യൂസിങ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് 10 മാർക്ക്. അപ്പോൾ ഇത്രയും ഫിക്സഡ് ക്വസ്റ്റ്യനാണ്. അവിടുന്ന് ഒരിക്കലും മാർക്ക് കളയല്. പിന്നെ അവിടുന്ന് ചോദിക്കുന്ന മറ്റൊരു ഫിക്സഡ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ബൗണ്ടറി കണ്ടീഷൻസ് ഫോർ എ 1-dimensional വേവ് ഇക്വേഷൻ. 3 മാർക്കിന് ചോദിക്കുന്നതാണ് ബൗണ്ടറി കണ്ടീഷൻ. അതേ ബൗണ്ടറി കണ്ടീഷൻ തന്നെ 1-dimensional ഹീറ്റ് ഇക്വേഷന് 3 മാർക്കിന് ചോദിക്കാം. ഓക്കെ,
അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന മാർഗ്ഗമാണ്. അവിടെ ഒന്നും തെറ്റിക്കാനില്ല. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. പക്ഷെ പഠിച്ചില്ലെങ്കിൽ എഴുതാൻ പറ്റത്തില്ല, അത് അറിയാമല്ലോ. പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് നിങ്ങളുടെ പാസ് മാർക്കിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മൊഡ്യൂളാണ് മൊഡ്യൂൾ 5 and 6. പാസ് മാർക്കിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞാൽ 5ഉം 6ഉം വൃത്തിയായിട്ട്, ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല. കാരണം 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഡെറിവേഷൻ ഒരു 2.5 പേജുണ്ട്, സൊല്യൂഷൻ ഒരു 3 പേജുണ്ട്. അത് പഠിക്കണം. ഇടയ്ക്കൊക്കെ മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പക്കയായിട്ട് 5-6 പ്രാവശ്യം എഴുതി പഠിച്ചോണം. അത് ഞാൻ നല്ല നീറ്റായിട്ട് കൃത്യമായിട്ട് പഠിപ്പിക്കും. അത് ഇപ്പോഴേ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഴുതി നോക്കാനും റിവിഷൻ ചെയ്യാനും സമയം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് 3 കഴിഞ്ഞിട്ട് നമ്മൾ 5ഉം 6ഉം പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 ഡിസ്കസ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? അഖിൽ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? 1 വേ കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്കിങ്ങനെ ഡിറൈവ് ചെയ്തു വരുന്ന വഴിയിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന 1-2 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് സൈൻ എക്സ്, സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. ഇതിൻ്റെ ആവശ്യം നമുക്ക് വരും. ഇതൊന്നും കാൽക്കുലേറ്റർ എടുക്കാൻ പോകരുത്, പെട്ടെന്ന് അറിഞ്ഞിരിക്കണം. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോബ്ലത്തിലും ഇത് വരുന്നുണ്ട്. ദെൻ സൈൻ എൻ പൈ 0 ആണ്. ദെൻ കോസ് എൻ പൈ -1 റൈസ് ടു n ആണ്. ഓക്കെ, കോസ് എൻ പൈ എന്താണ്? -1 റൈസ് ടു n ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഉപയോഗവും നിങ്ങൾക്ക് 100% നമ്മൾ ചെയ്തു വരുന്ന പ്രോബ്ലംസിലെല്ലാം ഇവന്മാരെല്ലാം കയറി വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞതാണ്. ക്ലിയർ അല്ലേ? ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ. ഇത് 11 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്, 11 മാർക്കിന്. ഓക്കെ, ഫൈൻഡ് ദി ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ദ ഫംഗ്ഷൻ f of x equal to x minus x square. f of x equal to x minus x square from x equal to -π to +π. ഇത് ഇൻ്റർവെല്ലാണ്. എക്സ് ഈക്വൽ ടു എന്ന് പറയുന്നത് എക്സ് ബിലോങ്സ് ടു എന്നാണ് അർത്ഥം. ഓക്കെ, അത് ഇൻ്റർവെല്ലാണ്. ഇതാണ് നമ്മുടെ a to b എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എയുടെ വില എന്താണ്? എ എന്ന് പറയുന്നത് -πയും ബി എന്ന് പറയുന്നത് πയും ആണ് അല്ലേ? a is equal to -π, b equal to π. ഉടനെ തന്നെ എന്ത് കണ്ടുപിടിക്കാം? L കണ്ടുപിടിക്കാം. L is equal to b minus a by 2, π minus -π by 2, π plus π by 2 equal to 2π by 2 equal to π. ഓക്കെ, പിന്നെ ഓഡ് ഈവൻ കൺസെപ്റ്റ് എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ് കേട്ടോ. ഓഡ് ഈവൻ കൺസെപ്റ്റ് അതൊന്നും കൂടെ പറയുന്നില്ല. അത് ഈ പ്രോബ്ലത്തിലെല്ലാം ഓഡ് ഈവൻ കൺസെപ്റ്റ് യൂസ് വരുന്നുണ്ട്. കാരണം -a to a. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം 0 to 2π ആണ്. അപ്പോൾ അവിടെ നമുക്ക് -a to a ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഓഡ് ഈവൻ എടുക്കാൻ പറ്റത്തില്ല. എപ്പോഴും ആലോചിക്കണം, ഇൻ്റർവെല്ലിൽ സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോഴോ -a to a എന്നുള്ള ഫോർമാറ്റിൽ അല്ലെങ്കിലോ നമുക്ക് ഓഡ് ഈവൻ്റെ കൺസെപ്റ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. -a to a വരുമ്പോൾ മാത്രം ഇൻ്റർവെല്ലിൽ സ്പ്ലിറ്റ് ആവുന്നില്ലെങ്കിൽ എന്ത് ഉപയോഗിക്കാം? ഓഡ് ഈവൻ ഉപയോഗിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ L കണ്ടുപിടിച്ച് വെച്ചു. ഇനിയിപ്പോൾ നമ്മുടെ ഫോർമുലാസ് 1 by 1 ആയിട്ട് അങ്ങോട്ട് എഴുതി വയ്ക്കാം. എന്താണ്? f of x equal to a0 by 2 plus sigma n equal to 1 to infinity an cos n pi x by L plus bn sin n pi x by L. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല. സോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജോലി എന്താണ്? ഈ എല്ലിൻ്റെ വാല്യൂ അങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് അതിന് ഇക്വേഷൻ നമ്പർ 1 ആക്കി അങ്ങ് ഇട്ടേക്കാം. അപ്പോൾ എന്താണ് വരിക? a0 by 2 plus sigma n equal to 1 to infinity an cos n pi x by എല്ലിന് പകരം എന്ത് കൊടുക്കുക? പൈ പ്ലസ് bn
സൈൻ എൻ പൈ എക്സ് ബൈ എല്ലിന് പകരം പൈ. ഓക്കെ, നമുക്ക് എന്ത് കട്ട് ചെയ്ത് കളയാം? പൈ പൈ നമുക്ക് ക്യാൻസൽ ആക്കാം. ബാക്കി എന്താണ് വരിക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, സോ ഫൈനലി ഇക്വേഷൻ നമ്പർ 1ൻ്റെ പരിപാടി കഴിയുവാണ്. എ നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ എൻ കോസ് എൻ എക്സ് പ്ലസ് ബി എൻ സൈൻ എൻ എക്സ്. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 1ലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? എ നോട്ടും എ എന്നും ബി എന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ തിരിച്ചുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എവിടെയാണ്? ഇക്വേഷൻ നമ്പർ 1ലാണ് നമ്മൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ നമുക്കിനി ഓരോന്നിൻ്റെ ഫോർമുലാസ് 1 by 1 ആയിട്ട് എഴുതി വരാം. എ നോട്ടിൻ്റെ ഫോർമുല എന്താണ്? എ നോട്ട് ഇസ് ഈക്വൽ ടു 1 by L ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 by നമുക്കിതങ്ങ് എ നോട്ടങ്ങ് ഇവാലുവേറ്റ് ചെയ്യാം അല്ലേ? ഫോർമുല എല്ലാവർക്കും അറിയാമല്ലോ. കാരണം നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഫോർമുല കംപ്ലീറ്റ് ഒന്ന് എഴുതിയിട്ട് വേണം ഓരോന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ കേട്ടോ. ഞാൻ ഓൾറെഡി ഫോർമുല ആദ്യമേ തന്നെ എഴുതി വെച്ചത് കൊണ്ട് ഞാൻ ഇനി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് 3 എണ്ണം ഒരുമിച്ച് ഒന്നും കൂടെ എഴുതുന്നില്ല. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിയ ഈ 4 ഇക്വേഷൻ ആദ്യമേ അങ്ങ് എഴുതി വെക്കണം. ഓക്കെ, ഒരു റിസ്ക് എടുക്കാൻ പോകണ്ട. സപ്പോസ് ഇടയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും ഒറ്റ നോട്ടത്തിൽ ഈ 4 ഇക്വേഷൻ്റെ 2 മാർക്ക് അങ്ങ് മേടിക്കണം. ഓക്കെ, ചെയ്ത് തെറ്റിക്കത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമെന്ന് പേടിയുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഈ 4 ഇക്വേഷൻ അങ്ങ് എഴുതിക്കോണം, പിന്നെ ബാക്കി പരിപാടി നോക്കിയാൽ മതി കേട്ടോ. സോ 1 by L ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എഫ് ഓഫ് എക്സ് ഡി എക്സ്. സോ 1 by L നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു അല്ലേ? L എന്ന് പറയുന്നത് എന്തായിരുന്നു? പൈ അല്ലേ? 1 by പൈ ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റ് എ ടു ബി എന്നുള്ള ലിമിറ്റാണ്. അതാ -π ടു പൈ അല്ലേ? -π മുതൽ പൈ വരെ. ക്ലിയർ? എഫ് ഓഫ് എക്സ് ആരാണ്? എഫ് ഓഫ് എക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എക്സ് മൈനസ് എക്സ് സ്ക്വയർ. എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനി എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് നമുക്ക് ഓഡാണോ ഈവൻ ആണോ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു കോമ്പിനേഷൻ ഓഫ് 2 ഫംഗ്ഷനാണ്. എക്സ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷനാണ്? ഒരു ഓഡ് ഫംഗ്ഷനാണ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ് അല്ലേ? അപ്പോൾ ഒരു ഈവനും ഓഡും കൂടെ ഒരുമിച്ച് വരുന്നതാണ്. അപ്പോൾ ഇത് നോർമലി അങ്ങ് എന്ത് ചെയ്താൽ മതി? ഇവാലുവേറ്റ് ചെയ്താൽ മതി. നമുക്ക് ഓഡ് ഈവൻ്റെ ഉപയോഗം വരുന്നുണ്ട്, ഞാൻ വഴിയെ പറയാം. സോ 1 by π ഇൻറ്റു ഇവിടെ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് ക്യൂബ് ബൈ 3 ഓവർ ദ ലിമിറ്റ് -π മുതൽ പൈ വരെ. ഓക്കെ അല്ലേ? ഇവാലുവേറ്റ് ചെയ്തോളൂ എല്ലാവരും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് പൈ കൊടുക്കണം. പൈ സ്ക്വയർ ബൈ 2 മൈനസ് പൈ ക്യൂബ് ബൈ 3 ഇതാണ് അപ്പർ ലിമിറ്റ്. ഓക്കെ ആണോ? മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് -π കൊടുക്കണം അല്ലേ? -πയുടെ സ്ക്വയർ ബൈ 2 മൈനസ് -πയുടെ ക്യൂബ് ബൈ 3. ഓക്കെ, ഇതാണ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ 1 by π ഇൻറ്റു പൈ സ്ക്വയർ ബൈ 2 മൈനസ് പൈ ക്യൂബ് ബൈ 3 മൈനസ് ഇവിടെ -πയുടെ സ്ക്വയർ എന്ത് വരും? പ്ലസ് പൈ സ്ക്വയർ ബൈ 2 മൈനസ് -πയുടെ ക്യൂബ് എന്താണ് വരിക? -π ക്യൂബ്. കാരണം മൈനസിൻ്റെ ക്യൂബ് മൈനസ് ആണ്. -π ക്യൂബ് ബൈ 3. ഓക്കെ, സോ എന്താണ് വരിക? 1 by π ഇൻറ്റു പൈ സ്ക്വയർ ബൈ 2 മൈനസ് പൈ ക്യൂബ് ബൈ 3. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഈ നടുക്കത്തെ 2 മൈനസ് അങ്ങ് പ്ലസ് ആക്കിയേക്കാം. പൈ സ്ക്വയർ ബൈ 2 പ്ലസ് പൈ ക്യൂബ് ബൈ 3. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ അപ്പോൾ എന്താണ് വരിക? സോ ദിസ് ഈസ് ഈക്വൽ ടു 1 by π ഇൻറ്റു 1 by π ഇൻറ്റു പൈ സ്ക്വയർ ബൈ 2 മൈനസ് പൈ ക്യൂബ് ബൈ 3 പൈ സ്ക്വയർ ബൈ 2 മൈനസ്
പൈ ക്യൂബ് ബൈ 3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് പൈ സ്ക്വയർ ബൈ 2 മൈനസ് പൈ സ്ക്വയർ ബൈ 2 മൈനസ് പൈ ക്യൂബ് ബൈ 3 അല്ലേ, മൈനസ് പൈ ക്യൂബ് ബൈ 3. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, ക്ലിയർ അല്ലേ, പൈ സ്ക്വയർ ബൈ 2 മൈനസ് പൈ ക്യൂബ് ബൈ 3 മൈനസ് പൈ സ്ക്വയർ ബൈ 2 മൈനസ് പൈ ക്യൂബ് ബൈ 3. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് വരിക? പ്ലസ് പൈ സ്ക്വയർ ബൈ 2 മൈനസ് പൈ സ്ക്വയർ ബൈ 2 ക്യാൻസൽ. സോ 1 ബൈ പൈ ഇൻറ്റു മൈനസ് പൈ ക്യൂബ് ബൈ 3 മൈനസ് പൈ ക്യൂബ് ബൈ 3. ഡിനോമിനേറ്റർ സെയിം ആണ്. 1 ബൈ പൈ ഇൻറ്റു ന്യൂമറേറ്റർ കൂട്ടിയാൽ മൈനസ് പൈ ക്യൂബ് ബൈ 3. ഓക്കെ അല്ലേ? സോ 1 ബൈ പൈ ഇൻറ്റു, ഇപ്പോൾ മൈനസ് എക്സ് ആണെങ്കിൽ മൈനസ് 2x ആണ്. അപ്പോൾ മൈനസ് 2 പൈ ക്യൂബ് ബൈ 3. ഓക്കെ, ഒരു പൈയും ക്യൂബ് കൂടെ കട്ടായാൽ സ്ക്വയർ വരും. സോ മൈനസ് 2 പൈ സ്ക്വയർ ബൈ 3. സോ മൈനസ് 2 പൈ സ്ക്വയർ ബൈ 3 ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ എ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 2 പൈ സ്ക്വയർ ബൈ 3. സോ നെക്സ്റ്റ് ഇനി ആരെ കണ്ടുപിടിക്കണം? എ എന്നിനെ കണ്ടുപിടിക്കണം. എ എന്നിൻ്റെ ഫോർമുല എന്താണ്? 1 ബൈ എൽ ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2l എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n പൈ എക്സ് ബൈ എൽ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ എൽ എന്ന് പറയുന്നത് പൈ ആയിരുന്നു, ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ എന്ന് പറയുന്നത് എന്താണ്? പൈ. ഇത്ര എന്താണ്? ഡി എക്സ്. അപ്പോൾ നമുക്ക് പൈ ക്യാൻസലാക്കാം. സോ അപ്പോൾ എന്താണ് വരിക? സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. ശരിയല്ലേ? എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 1 ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സ്. ഇത്ര എന്താണ്? ഡി എക്സ്. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പ് നല്ലോണം ശ്രദ്ധിക്കണം. 1 ബൈ പൈ ഇൻറ്റു ഈ ഇൻ്റഗ്രലും ഡി എക്സും ഞാൻ രണ്ട് പേർക്കും സെപ്പറേറ്റ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, കാരണം ഇനി രണ്ട് ടേംസ് വരാൻ പോവാണ്. 1 ബൈ പൈ ഇവിടെ മൾട്ടിപ്പിൾഡ് ആയതുകൊണ്ട് ഒരു ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യണം. ഇനി ഇൻ്റഗ്രലും ഡി എക്സും രണ്ട് പേർക്കും സെപ്പറേറ്റ് കൊടുക്കണം. മൈനസ് പൈ ടു പൈ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, എക്സ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷനാണ്? എക്സ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷനാണ്? നിങ്ങളെ ഫസ്റ്റ് ക്ലാസ്സിലെ പഠിപ്പിച്ചാണ്. എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. കോസ് എൻ എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഓഡ് ഇൻറ്റു ഈവൻ എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷനാണ്. അങ്ങനെയാണ് ഈ ഇൻ്റഗ്രലിൻ്റെ ഉത്തരം എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. കോസ് എൻ എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഇൻറ്റു ഈവൻ എന്താണ്? ഈവൻ. ഓക്കെ, ഈവൻ ഇൻറ്റു ഈവൻ എന്ന് പറയുന്നത് എന്താണ്? ഈവൻ. സോ ഈവൻ ആണെന്നുണ്ടെങ്കിൽ ആൻസർ അങ്ങനെ എഴുതാം അല്ലേ? ശ്രദ്ധിച്ചിരിക്കുക. ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓഡ്. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. ഓഡായ കേസിൽ ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് ഈസ്
ഈവൻ അല്ലേ? നമുക്കറിയാവുന്ന സംഗതിയാണ്. ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് എന്താണ്? ഈവൻ. ഓക്കെ, അപ്പോൾ ഓഡായ കേസിൽ ആൻസർ 0 ആയി. ഈവൻ ആയ കേസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് വരിക? 1/π. ആദ്യത്തെ ആൾ 0 ആയി. ബാക്കി ഇനി എന്തുണ്ട്? ഒരു മൈനസ് ഉണ്ട്. ഇൻ്റഗ്രൽ -π to π എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് അല്ലേ? എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ്. ഇനി നമുക്ക് ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, എല്ലാം പ്രോഡക്റ്റ് ആണ്. ഈ മൈനസ് നേരെ പുറത്തിറക്കാം. -1/π എന്നാക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ. നമുക്ക് ഈവൻ ആയതുകൊണ്ട് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു π എന്ത് വരും? എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. ഓക്കെ, സോ -1 ഇൻറ്റു 2 -2 വരും ബൈ π ഇൻ്റഗ്രൽ 0 ടു π എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? -2/π മാറ്റി നിർത്തിക്കൊണ്ട് യു വി റൂൾ യൂസ് ചെയ്യണം. യു വി റൂൾ എന്താണ്? u(v1 - u'(v2 + u'(v3). യു എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എടുത്ത് 0 കിട്ടുന്ന പോളിനോമിയൽ ആയിരിക്കണം. ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, 2xൻ്റെ ഡെറിവേറ്റീവ് 2, 2ൻ്റെ ഡെറിവേറ്റീവ് 0 അല്ലേ? അപ്പോൾ 3 ടേംസ് ആണ് ഇനി വരാൻ പോകുന്നത്. യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ, v1 എന്ന് പറയുന്നത് കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ എൻ എക്സ് ബൈ എൻ, മൈനസ് യു ഡാഷ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, v2 എന്ന് പറയുന്നത് സൈൻ എൻ എക്സ് ബൈ എന്നിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ആണ്. ആ എന്നും ഈ എന്നും കൂടെ ചേർന്ന് എന്താവും? എൻ സ്ക്വയർ പ്ലസ് യു ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് 2xൻ്റെ ഡെറിവേറ്റീവ്, 2xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2. v3 എന്ന് പറയുന്നത് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ. ഇപ്പോൾ മൈനസ് മാറ്റി നിർത്തുക. കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ എൻ എക്സ് ബൈ എൻ വരും. ആ എന്നും എൻ സ്ക്വയറും കൂടെ ചേർന്ന് n³. ഓക്കെ, ഓവർ ദ ലിമിറ്റ് 0 മുതൽ π വരെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം വേണം ലിമിറ്റ് കൊടുക്കാൻ. -2/π എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ 2 മൈനസുകൾ ചേർന്ന് പ്ലസ് ആക്കാം. 2x ഇൻറ്റു കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. ഇവിടെ പ്ലസും മൈനസും ചേർത്ത് മൈനസ് ആക്കാം. 2 ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ n³ ഓവർ ദ ലിമിറ്റ് 0 മുതൽ π വരെ. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതിയിൽ കൂടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. സോ ദിസ് ഈസ് ഈക്വൽ ടു -2/π ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എക്സിന് π ആണ് കൊടുക്കുന്നത്. നമുക്ക് സൈൻ nπ 0 ആണെന്നറിയാം. അപ്പോൾ ആദ്യത്തെ ആൾ 0 ആവും അല്ലേ? സൈൻ nπ വരും, അത് 0 ആവും. നമുക്ക് കോസ് nπ എന്ന് പറയുന്നത് -1/n ആണ്. അപ്പോൾ അവിടെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 2x എന്ന് പറയുമ്പം 2π, ശ്രദ്ധിച്ചിരിക്കുക, 2x എന്ന് പറയുമ്പോൾ 2π, ബാക്കി എന്ത് വരും? ഒരു കോസ് nπ വരും, ശരിയല്ലേ? 2x എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പ്ലേസിൽ π കൊടുത്താൽ 2π, ബാക്കി കോസ് nπ ബൈ എന്ത് കിടപ്പുണ്ട്? ഒരു n² കിടപ്പുണ്ട്, ബൈ എന്ത് കിടപ്പുണ്ട്? ഒരു n² കിടപ്പുണ്ട്, മൈനസ് 2 ഇൻറ്റു ഇവിടെ സൈൻ nπ 0 ആവും. ഓക്കെ, അപ്പോൾ അത് 0 ആണ്. ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 ഇൻറ്റു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോൾ അത് 0 ആവും. 2 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആവും. സൈൻ 0 ആവും. അപ്പോൾ ലോവർ ലിമിറ്റ് എല്ലാം 0 ആണ്. അൾട്ടിമേറ്റ്ലി ഇത്രയേ ഉള്ളൂ സൊല്യൂഷൻ. ഓക്കെ, സോ ഇവിടെ π നമുക്ക് ക്യാൻസൽ ആക്കാം. -2 ഇൻറ്റു 2 എന്താവും? 4 ആവും. കോസ് nπ എന്താണ്? -1/n ഡിവൈഡഡ് ബൈ എന്ത് കിടപ്പുണ്ട്? ഒരു n² കിടപ്പുണ്ട് അല്ലേ? സോ 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4 ആവും. ഒരു മൈനസ് അവിടെ കിടപ്പുണ്ട്. π ക്യാൻസൽ ആവും. കോസ് nπ എന്ന് പറയുന്നത് -1/n ബൈ എന്തുണ്ട്? ഒരു n². സോ -4 ഇൻറ്റു -1/n ബൈ n² ആണ് an എന്ന് പറയുന്നത്. ഇനി അടുത്ത് bnൻ്റെ ഫോർമുല എന്താണ്? 1/L ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ nπx ബൈ L dx.
ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് എന്താണ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്ന് പറയുന്നത് എന്താണ് പൈ ഡി എക്സ്. പൈ ക്യാൻസലാക്കാം. സോ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സൈൻ എൻ എക്സ് വെച്ചിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ സൈൻ എൻ എക്സ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് വരിക? സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ സൈൻ എൻ എക്സ് വെച്ചിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് അല്ലേ? സോ നിലവിൽ നമുക്ക് പുറത്തെ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, അടുത്ത സ്റ്റെപ്പിൽ കൊടുത്താൽ മതി. എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എൻ എക്സ്, ശരിയല്ലേ? ഇത്ര എന്താണ് ഡി എക്സ്. ഓക്കെ, അങ്ങനെ ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കാം. സോ 1/π ഇൻറ്റു, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഇൻ്റഗ്രലും ഡി എക്സും സ്പ്ലിറ്റ് ആക്കി കൊടുക്കാൻ പോവാണ്. മൈനസ് പൈ ടു പൈ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഹിയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം, ഒരു ഓഡ് ഫംഗ്ഷനാണെന്നറിയാം. സൈൻ എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഇൻറ്റു ഓഡ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സൊല്യൂഷൻ ഉണ്ട്, ഈവൻ ആയതുകൊണ്ട് സൊല്യൂഷൻ ഉണ്ട്. ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ -π to π ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 0 to π ആണെങ്കിൽ ഒന്നും പറ്റത്തില്ല. ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. സൈൻ എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഈവൻ ഇൻറ്റു ഓഡ് എന്ന് പറയുന്നത് ഓഡാണ്. ഓഡാണെങ്കിൽ ആൻസർ ഡയറക്റ്റ്ലി എന്താവും? 0. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് ടേമിൻ്റെ ആൻസർ ഡയറക്റ്റ്ലി 0 ആവും. ഫസ്റ്റ് ആളെ മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് ആൻസർ വരിക? സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. ഓക്കെ, സോ ഇത് ഈവൻ ആയതുകൊണ്ട് എനിക്ക് റിസൾട്ട് അപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാക്കാം അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. ഓക്കെ, അതായത് 2/π ഇൻ്റഗ്രൽ 0 to π എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. ഓക്കെ, ഇവിടെ നമ്മളിനി പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. സോ 2/π ഇൻറ്റു യു വി വൺ മൈനസ് യു ഡാഷ് വി ടു. യു എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വി വൺ എന്ന് പറയുന്ന സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് യു ഡാഷ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. വി ടു എന്ന് പറയുന്നത് ഈ വി വണ്ണിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് മാറ്റി നിർത്തി കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. ആ എന്നും ഈ എന്നും കൂടെ ചേർന്ന് എൻ സ്ക്വയർ ഓവർ ദ ലിമിറ്റ്. ഇനി അടുത്ത് എഴുതേണ്ട ആവശ്യമില്ല, 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ π വരെ അല്ലേ? 0 മുതൽ π വരെ. സോ 2/π ഇൻറ്റു, ഒന്ന് ലിമിറ്റ് അപ്പ് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് സോൾവ് ചെയ്യാം. ഇവിടെ മൈനസ് ആദ്യം വരും, എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ബൈ എൻ. ഇവിടെ നടുക്ക് 2 മൈനസുകൾ ചേർന്ന് പ്ലസ് ആവും. സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ ഓവർ ദ ലിമിറ്റ് 0 മുതൽ π വരെ. ഓക്കെ, സോ 2/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുക, എക്സിന് എന്ത് കൊടുക്കണം? π കൊടുക്കണം. -π ഇൻറ്റു കോസ് എൻ പൈ ഡിവൈഡഡ് ബൈ എൻ. സൈൻ എൻ പൈ 0 ആണ്, അപ്പോൾ അത് 0 ആകുമ്പോൾ ഇവിടെ തുടങ്ങുന്നത് 0 ഇൻറ്റു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അല്ല, എക്സ് ഇൻറ്റു എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു, അപ്പോൾ അത് 0 ആവും. സൈൻ 0 0. അപ്പോൾ ഇത്രയേ ഉള്ളൂ സൊല്യൂഷൻ. π കട്ടാവും. സോ -2 ഇൻറ്റു കോസ് എൻ പൈ എന്താവും? -1/n ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഒരു n ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ a0 ആയി, an ആയി, bn ആയി. അപ്പോൾ എല്ലാം ഒന്ന് എടുത്തെഴുതി വയ്ക്കാം. a0 എന്തായിരുന്നു? a0 എന്ന് പറയുന്നത് -2π²/3. a0 എന്ന് പറയുന്നത് -2π² ഡിവൈഡഡ് ബൈ 3. an എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് കിട്ടി? an എന്ന് പറയുന്നത് മുമ്പ് കിട്ടിയായിരുന്നു
-4 ഇൻറ്റു -1 റൈസ് ടു n ബൈ n സ്ക്വയർ, -4 ഇൻറ്റു -1 റൈസ് ടു n ബൈ n സ്ക്വയർ അല്ലേ? ക്ലിയർ അല്ലേ? n സ്ക്വയർ ഉണ്ടായിരുന്നോ? n സ്ക്വയർ ഉണ്ടായിരുന്നു. ഓക്കെ, -4 ഇൻറ്റു -1 റൈസ് ടു n ബൈ n സ്ക്വയർ. bn ഇപ്പോൾ എന്ത് കിട്ടി? -2 ഇൻറ്റു -1 റൈസ് ടു n ബൈ n. bn ഇസ് ഈക്വൽ ടു -2 ഇൻറ്റു -1 റൈസ് ടു n ബൈ n. ഓക്കെ, ഇപ്പോൾ a നോട്ട് a നും b നും വെച്ചിട്ട് നമ്മുടെ ഫൈനൽ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എഴുതുക. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? f of x ഈക്വൽ ടു a നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an cos n പൈ എക്സ് ബൈ എൽ. അത് എൻ എക്സ് ആക്കിയായിരുന്നു അല്ലേ? ബൈ പൈ കൊടുത്ത് എൻ എക്സ് ആക്കിയായിരുന്നു നമ്മൾ. അതാണ് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തത്. an cos n എക്സ് പ്ലസ് bn സൈൻ എൻ എക്സ്. ഓക്കെ, സോ വാല്യൂസ് എല്ലാം കൊടുക്കാം. a നോട്ട് എന്ന് പറയുന്നത് -2 പൈ സ്ക്വയർ ബൈ 3 ബൈ 2, അപ്പോൾ തന്നെ ഈ 2 2 വെട്ടാം, പ്ലസ് സിഗ്മ n ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി പ്ലസ് സിഗ്മ n ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. an-ൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? -4 ഇൻറ്റു -1 റൈസ് ടു n ബൈ n സ്ക്വയർ കോസ് എൻ എക്സ് പ്ലസ് bn-ൻ്റെ പ്ലേസിൽ -2 ഇൻറ്റു -1 റൈസ് ടു n ബൈ n സൈൻ എൻ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ആൻസർ ഫൈനലി എന്തെഴുതാം? -π സ്ക്വയർ ബൈ 3 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി -4 ഇൻറ്റു -1 റൈസ് ടു n ബൈ n സ്ക്വയർ കോസ് എൻ എക്സ് പ്ലസ് മൈനസും ചേർത്ത് -2 ഇൻറ്റു -1 റൈസ് ടു n ബൈ n ഇൻറ്റു സൈൻ എൻ എക്സ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ. സോ നമുക്ക് 11 മാർക്ക് എന്ന് പറയുമ്പോൾ 11 മാർക്കിൻ്റെ ചെയ്യാനുണ്ട്. അത്ര എളുപ്പമൊന്നും ഞാൻ പറയത്തില്ല, നല്ലോണം ചെയ്യാനുണ്ട്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലോയിൽ അങ്ങ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. സോ ഒരു ഡിഡക്ഷൻ കൂടെ ഉണ്ടായിരുന്നു. ഹെൻസ് ഷോ ദാറ്റ് ഒരു ഡിഡക്ഷൻ ഇപ്പോൾ നമ്മൾ ഓൾറെഡി 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഡിഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുവാണ് കേട്ടോ. ഫൈനലി ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് ഇത് ഡെഡ്യൂസ് ചെയ്യുക. ഇത് ഡെഡ്യൂസ് ചെയ്തെടുക്കണം. ഡിഡക്ഷൻ ഓൾറെഡി നമ്മൾ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്ന വീഡിയോയിൽ ഡിഡക്ഷൻ ഉണ്ടായിരുന്നു. അതിന് മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ എനിക്കൊന്ന് സെക്കൻഡ് ഓർ തേർഡ് പാർട്ടാണെന്ന് തോന്നുന്നു, അവിടെയും ഡിഡക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഡിഡക്ഷൻ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് ചെയ്യാൻ പറ്റണം, അതാണ് നിങ്ങളുടെ ബ്രില്യൻസ്. അപ്പോൾ ഇത് ഡിഡക്ഷൻ മാത്രം ഞാൻ ഹോംവർക്ക് ആക്കുകയാണ്. അതായത് ഇപ്പം 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 9 മാർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, 9 മാർക്ക്. അപ്പോൾ ഇവിടം വരെ എഴുതുമ്പോൾ നിങ്ങൾക്ക് 9 മാർക്ക് കിട്ടും. ഇനി 2 മാർക്ക് എന്ന് പറയുന്നത് ഡിഡക്ഷൻ്റെ മാർക്കാണ്. അപ്പോൾ അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം കേട്ടോ. അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പറ്റുന്നില്ലെങ്കിൽ പറയാം, ഞാനിത് നെക്സ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഡിഡക്ഷൻ കൂടെ പറഞ്ഞിട്ട് ബാക്കി തുടങ്ങാം. ഓക്കെ, ക്ലിയർ അല്ലേ അഖിൽ?